ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട GSTന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആശുപത്രി ചികിത്സ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഏതൊക്കെ കാര്യങ്ങൾക്ക് GST ഉണ്ട്, ഏതൊക്കെ കാര്യങ്ങൾക്ക് GST ഇല്ല എന്നുള്ളത്. അപ്പൊ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് സർവീസ് ഉണ്ട്. അതിനകത്ത് ചികിത്സ, രോഗം കണ്ടുപിടിക്കുക, ലാബ് ടെസ്റ്റ് പോലെയുള്ള കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടൊന്നും നിലവിൽ എന്തില്ല, GST ഇല്ല. പക്ഷേ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് ഇപ്പുറത്ത് കിടക്കുന്ന കുറെ സാധനങ്ങളുണ്ട്. മെഡിസിൻ, മെഷീൻസ്, എക്യുപ്മെന്റ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളുടെ വിൽപ്പനയും വാങ്ങലും ഒക്കെ ഉണ്ട്. അതിൽ കുറെ ഭാഗത്തിന് GST ഉണ്ട്, കുറെ ഭാഗത്തിന് എന്തില്ല, GST ഇല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു ആശുപത്രി എന്ന് പറയുന്ന ഒരു കോണ്ടക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ ആശുപത്രിയിൽ രണ്ട് തരം പേഷ്യൻസ് ഉണ്ടാവുക. ഒന്ന് അഡ്മിറ്റ് ആവുന്ന പേഷ്യന്റ് ഉണ്ടാവും, രണ്ട് OP ഔട്ട് പേഷ്യന്റ്. നമ്മളെ ഡോക്ടറെ കാണിക്കുന്നു, ചീട്ട് വാങ്ങിക്കുന്നു, പുറത്തുനിന്ന് മരുന്ന് വാങ്ങിക്കുന്നു. അതിനകത്ത് ഇൻപേഷ്യന്റുമായി ബന്ധപ്പെട്ട് അഡ്മിറ്റായി കിടക്കുന്ന പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് ഹോസ്പിറ്റൽസ് കളക്ട് ചെയ്യുന്ന ഫീസിന് ജനറലി എന്തില്ല, GST ഇല്ല. അത് GST എക്സംപ്റ്റ് ആണ്. പക്ഷെ OP കാണിച്ചിട്ട് പുറത്തേക്ക് പോകുന്ന രോഗികൾ പുറത്തുനിന്ന് ഫാർമസിയിൽ നിന്നൊക്കെ മരുന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അതിന് GST ഉണ്ട്. പിന്നെ ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ ഒറ്റ വീഡിയോയിൽ എനിക്കിത് പറഞ്ഞു തീർക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ആശുപത്രിയും അല്ലെങ്കിൽ മെഡിക്കൽ കെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിന്റെ GSTയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ തൊട്ടടുത്ത വീഡിയോയിൽ 1 by 1 ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പൊ ഇതുപോലെയുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക, പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ഇത് മറ്റുള്ള ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്യുക.